Good morning, students. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് പാക്കേജസ് ആണ്. പാക്കേജസ് ഇൻ ജാവ. നമ്മൾ ജാവ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ജാവയിൽ എല്ലാം ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ക്ലാസ് ആയിട്ട് റെപ്രസെൻറ്റ് അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജാവ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വലിയൊരു ജാവ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ്. ഒരു ക്ലാസ്സസിൻ്റെ കുറേ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സസിനെ ഗ്രൂപ്പ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് വേണം. കാരണം ക്ലാസ്സസ് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല പല കാറ്റഗറി ഓഫ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് പാക്കേജ് എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല വേറെ ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ പാക്കേജ് ഇൻ ജാവ ആർ എ വേ ഓഫ് ഗ്രൂപ്പിംഗ് സിമിലർ ടൈപ്സ് ഓഫ് ക്ലാസ് ടുഗദർ. ഒരേ ടൈപ്പിലുള്ള ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേ ആണ്, ഒരു മെത്തേഡാണ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്ട്സ് ആസ് എ കണ്ടെയ്നർ ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുറേ ക്ലാസ്സസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ്. കുറേ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സിനൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, ഒരു പാക്കേജാണ്. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സിനകത്ത് ഒരു പാക്കാക്കി മാറ്റുന്നു, പാക്കേജ് ആക്കുന്നു. അതാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കമ്പ്യൂട്ടറിനകത്ത് നമുക്കറിയാം നമ്മൾ ഫയൽസിനെല്ലാം ഗ്രൂപ്പ് ചെയ്താണ്ട് ഒരു ഫോൾഡറിനകത്ത് ഇടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിലിംസ് ആണെങ്കിൽ ഫിലിംസ് ഒക്കെ ഫിലിംസിൻ്റെ വീഡിയോ ഫയൽസ് എല്ലാം ഒരു ഫോൾഡറിനകത്ത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ PDF ഫയൽസ് എല്ലാം നമ്മൾ ഒരു ഫോൾഡറിനകത്ത്, സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ പല പല ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറിനകത്ത് നമ്മൾ ഇടാറുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ജാവ നമ്മൾ പ്രോഗ്രാം ക്ലാസ് എഴുതിയിട്ട് അത് കമ്പൈൽ ചെയ്യുന്നതോടെ ക്ലാസ് ഫയലായിട്ട് മാറും. ആ ക്ലാസ് ഫയലിനെയാണ് ആക്ച്വലി റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സസ്, ഞാൻ എഴുതിയ ക്ലാസ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലാസ്സസ് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണം, അത് റൺ ചെയ്യാൻ കൊടുക്കണം. ജസ്റ്റ് ആ ക്ലാസ് ഫയൽ കൊടുത്താൽ മതി. ജാവ ഫയൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജാവ ഫയൽ എഡിറ്റ് ചെയ്യാൻ, പ്രോഗ്രാം എഴുതാൻ എഡിറ്റ് ചെയ്യാനുമുള്ള സംവിധാനമാണ് ജാവ ഫയൽ. എഡിറ്റർ ഫയലാണ്. ഞാനൊരു പ്രോഗ്രാമായിട്ട് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അത് ക്ലാസ് ഫയൽസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മാത്തമാറ്റിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് എഴുതി, കുറേ യൂട്ടിലിറ്റി ക്ലാസ് എഴുതി, അതെല്ലാം കമ്പൈൽ ചെയ്ത് ക്ലാസ് ഫയലാക്കി ഞാൻ ഒരു പാക്കേജ്, ഒരു ഫോൾഡറിനകത്ത് സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഡയറക്ടർക്ക് അത് സൂക്ഷിക്കും. ആ ഡയറക്ടർ തന്നെയാണ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കേജ് എന്നൊരു ഡയറക്ടറി പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലി ഒരു കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഫയൽസിനെ ഒരു ഡയറക്ടറി ഇട്ട് കഴിഞ്ഞാൽ ആ ഡയറക്ടറിയുടെ പേര് തന്നെയായിരിക്കും പാക്കേജിൻ്റെ പേരും. പക്ഷെ നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് അത് കാണിക്കണം, പാക്കേജിൻ്റെ പേര് ഇന്നതാന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒക്കെ നമുക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ ജാവ ഫയൽസിനൊക്കെ ഒരു ഡയറക്ടറി ഇടുന്ന പോലെ തന്നെയാണ് ഈ ക്ലാസ് ഫയൽസിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു അച്ചീവ് റീയൂസബിലിറ്റി. കോഡ് റീയൂസ് ചെയ്യുന്നതിൽ ഒരു വലിയൊരു മാർഗം കൂടിയാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഴുതിയൊരു കോഡ് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അവർക്ക് ആ ക്ലാസ്സിനൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പല പ്രോഗ്രാമിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് java.util സ്കാനർ. ഇപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതിയ ജാവ പ്രോഗ്രാം അതുപോലെ പാക്കേജ് ആക്കി നൽകിയ വേറെ ആൾക്കത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഗ്രാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതിയ കോഡ് മറ്റൊരാൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ കോഡ് റീയൂസബിലിറ്റി ആണ് നടക്കുന്നത്. നമ്മൾ ആ കോഡ് വീണ്ടും മറ്റൊരാൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാക്കേജസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസ് എ ഗ്രേറ്റ് വേ ടു അച്ചീവ് റീയൂസബിലിറ്റി. അതുപോലെ നമുക്ക് മറ്റുള്ളവർ എഴുതിയ ജാവ പ്രോഗ്രാംസ് പാക്കേജസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫംഗ്ഷനാലിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയാണ് ജനറലി പാക്കേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സിമിലർ ടൈപ്പ് ഓഫ് ക്ലാസ്സസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു AWT എന്ന് പറഞ്ഞ പാക്കേജ്, java.awt എന്ന പാക്കേജിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് നമ്മുടെ JDK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് കിട്ടുന്നൊരു പാക്കേജാണ് java.awt എന്ന് പറയും. അപ്പോൾ ജാവ പാക്കേജ് ജാവ പാക്കേജിൻ്റെ ആ ഫോൾഡറാണ്, ഡയറക്ടറിയാണ് ഏറ്റവും പുറത്ത് കാണിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള സബ് ഫോൾഡറാണ് AWT. ഓക്കെ, ജാവ എന്ന് പറയുന്ന വലിയൊരു ഫോൾഡർ, അതിൻ്റെ അകത്ത് കുറേ പാക്കേജസ് ഉണ്ട്, കുറേ സബ് ഫോൾഡേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് AWTക്ക് അകത്ത് എന്താണ് ക്ലാസ്സസ് ഇൻ AWT പാക്കേജ്. ഇതിനകത്തുള്ള ക്ലാസ്സസ് ആണ്. ഒരുപാട് ക്ലാസ് ഉണ്ട് AWTക്ക് അകത്ത്, ഒരുപാട് ക്ലാസ് ഉണ്ട്. ഇവിടെ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. കളർ, ഗ്രാഫിക്സ്, റെക്ടാങ്കിൾ, പാനൽ, ലേബൽ, ഇങ്ങനെയുള്ള ഗ്രിഡ് ലേഔട്ട്, ഇതൊക്കെയാണ് അതിനകത്തുള്ള എക്സെട്ര ഒരുപാട്. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ തന്നെയാണ്, ആ സ്ട്രക്ചർ പോലെ തന്നെയാണ് നമ്മൾ ഫയൽസിനെ അല്ലെങ്കിൽ ക്ലാസ് ഫയൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പാക്കേജിനകത്ത്. അപ്പോൾ ഡാറ്റ എൻകാപ്സുലേഷൻ ഒരു മീൻസ് ആയിട്ടും കൂടെ ഇതിനെ കാണാം. നമുക്കൊരു ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയും അതിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻസ് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കുന്നില്ല. അതുപോലെ
ഇവിടെ കുറേ ക്ലാസ്സസിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഡാറ്റ എൻകാപ്സുലേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു എൻകാപ്സുലേഷൻ്റെ ഒരു ആണെങ്കിൽ അതിൻ്റെ ഒരു ഹയർ ലെവൽ എൻകാപ്സുലേഷൻ ആണ് പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജിനകത്ത് ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതൊരു ഡാറ്റ എൻകാപ്സുലേഷൻ്റെ ഒരു മെത്തേഡാണെന്ന് ഇവിടെ പറയാം. അതുപോലെ ഒരു പാക്കേജിനകത്ത് ഒരുപാട് ക്ലാസ് ഉണ്ടാവും, പക്ഷെ എല്ലാ ക്ലാസ്സസും എക്സ്പോസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ചില നമ്മൾ പബ്ലിക് ക്ലാസ്സസിന് മാത്രമാണ് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ക്ലാസ്സും ഉണ്ടാവും പാക്കേജിനകത്ത്. അത് ഇന്റേണലി ആ ക്ലാസ്സസ് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി. പക്ഷെ അത് പുറത്ത് അത് യൂസ് ചെയ്യുന്നവർ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്ലാസ്സിനെ പ്രൈവറ്റ് ആക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കില്ല, കിട്ടണമെന്നില്ല. അതുപോലെ നമുക്ക് ക്ലാസ്സിനെ കിട്ടണമെങ്കിൽ ടു ആക്സസ് പാക്കേജ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് റിക്വയർഡ്. നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ട് ജാവ ലാങ് എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ജാവയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ലാങ് ശരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ബൈ ഡിഫോൾട്ട് തന്നെ നമ്മൾ എല്ലാ എഡിറ്ററിലും അവൈലബിൾ കിട്ടും. അതുപോലെ നമുക്ക് ക്ലാസ്സിനെ ഹൈഡ് ചെയ്യാം, മറ്റ് ക്ലാസ്സസ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ യൂസിന് വേണ്ടി മാത്രം ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പാക്കേജിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് അവോയ്ഡ്സ് നെയിം സ്പേസ് കൊളീഷൻ. നെയിം കൊളീഷൻ ഒഴിവാക്കും. ഇപ്പോൾ നമ്മൾ വലിയൊരു ആപ്ലിക്കേഷൻ എഴുതി വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പല പാർട്ടും പലരാവും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിമിലർ നെയിമിലെ ക്ലാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫയൽ ഒരു ഫോൾഡറിനകത്ത് കൊണ്ടിട്ടാൽ ഒരേ പേരിലെ ക്ലാസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ സെയിം ക്ലാസ്സിൽ പറയുമ്പോൾ പിന്നെ ക്ലാസ്സിന് പേര് മാറ്റാം. അപ്പോൾ ഈ ക്ലാസ്സിന് പേര് മാറ്റി ആ ക്ലാസ്സിനെ എവിടെയൊക്കെ യൂസ് ചെയ്ത് അവിടെ എല്ലാം മാറ്റണം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർ പാക്കേജ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഡെവലപ്പറും അവർ ചെയ്തതിന് പാക്കേജ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ പാക്കേജ് നെയിം ഡോട്ട് ഈ ക്ലാസ് നെയിം ആണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നെയിം കോൺഫ്ലിക്റ്റ് വരില്ല. നെയിം കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ അഡ്രസ്സ് ഇപ്പോൾ ഒരേ പേരിൽ 2 പേരുണ്ടാകാം. ഇപ്പോൾ 2 പേരുടെ പേര് സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വിനോദ് തന്നെ പേര് 2 പേരുണ്ട് സെയിം ക്ലാസ് തന്നെ. പക്ഷെ അവരുടെ ഐഡന്റിഫൈ എന്താവും, ഒന്നില്ലെങ്കിൽ അവരെ സെക്കൻഡ് നെയിം വെച്ചിട്ട് അല്ലെങ്കിൽ പാരൻസിൻ്റെ നെയിം വെച്ചിട്ട് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി അതും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പറയും, ഇപ്പോൾ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൻ ഇന്ന ആളെന്ന് പറയില്ല. ഇതാണ് അതിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്നാണ് പറയാം. അപ്പോൾ ഒരു ക്ലാസിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറയുന്നത് അതിൻ്റെ പാക്കേജ് നെയിം, പിന്നെ സബ് പാക്കേജ് നെയിം, ദെൻ ക്ലാസ് നെയിം. ഇപ്പോൾ നമ്മൾ ജാവ എന്ന് പറയുന്ന പാക്കേജ് നെയിം, അതിൻ്റെ സബ് പാക്കേജ് ആണ് യൂട്ടിൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ക്ലാസ് ആണ് സ്കാനർ. നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ് ആണ് സ്കാനർ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നെയിം സ്പേസ് കൊളീഷനെ അവോയ്ഡ് ചെയ്യാം. അതിനുള്ളൊരു മീൻസ് കൂടെയാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇനി ജാവയിൽ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ 3 രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓപ്ഷൻ പേ എന്ന് പറയുന്ന എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പാക്കേജ് ജാവാക്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് എന്ന് പറയുന്നത് സിംഗ് ആണ്. സിംഗ് പാക്കേജ് ആണ് ഈ ജാവാക്സ്. ജാവാക്സിലൂടെ സിംഗ് പാക്കേജ് ആണ്. AWTയുടെ സെയിം ഫംഗ്ഷനാലിറ്റി ആണ് സ്വിംഗ്, പക്ഷേ AWTയുടെ അഡ്വാൻസ്ഡ് ആയ പാക്കേജ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വിംഗ് ആണ്. അടുത്ത മൊഡ്യൂളിൽ സ്വിംഗ് പഠിക്കും. അപ്പോൾ അതിനകത്തുള്ള ഒരു പെയിൻ ആണ് നമുക്ക്. പെയിൻ എന്ന് പറഞ്ഞാൽ താഴെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്ന ഒരു ഓപ്ഷൻ പെയിൻ, യെസ് ഓർ നോ ഓപ്ഷനെ കാണിക്കാനുള്ള ഒരു പെയിൻ ആണ് വിൻഡോ ആണ് ഓപ്ഷൻ പെയിൻ എന്ന് പറയുന്നത്. അത് ഇരിക്കുന്നത് ജാവാക്സ് .sing എന്ന് പറഞ്ഞ പാക്കേജിനകത്താണ്. അപ്പോൾ അതിനെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഇമ്പോർട്ട് javax.sing.star ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജാവാക്സ് പാക്കേജിൻ്റെ അകത്തുള്ള സബ് പാക്കേജ് സിംഗ് പാക്കേജിനകത്തുള്ള സ്റ്റാർ മീൻസ് എല്ലാ ക്ലാസ്സസും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിനകത്തുള്ള എല്ലാ ക്ലാസ്സും നമുക്ക് ഉപയോഗിക്കാം. സെപ്പറേറ്റ് നമ്മൾ ക്ലാസ് നെയിം ഇവിടെ റെഫർ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല. പിന്നെ അത് ഉപയോഗിക്കേണ്ട. അപ്പോൾ ഓപ്ഷൻ പേ .show message dialog എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് കൊടുത്തു, ഇങ്ങനെ അത് റൺ ചെയ്ത് അങ്ങനെ വരും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇമ്പോർട്ട് ചെയ്യുന്നു ക്ലാസ്സസ്, ആ പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സിനും നമ്മൾ സ്റ്റാർ കൊടുത്തിട്ട് ഇവിടെ അവൈലബിൾ ആക്കുന്നു. അപ്പോൾ സ്റ്റാർ കൊടുത്ത ആ പാക്കേജിന് എല്ലാ ക്ലാസ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അർത്ഥം, അല്ല അവൈലബിൾ ആയി എന്നാണ് അർത്ഥം. രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ നോക്കാം, ആ ആവശ്യമുള്ള ക്ലാസ്സിൻ്റെ പേര് മാത്രം. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം ക്ലാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ .star സിംഗിനകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, അത് ഏതാണ് ഉപയോഗിക്കുന്നതൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്റ്റാർ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് വേ അല്ല. അപ്പോൾ അത് രണ്ടാമത്തെ മെത്തേഡാണ് ഇമ്പോർട്ട് javax.sing.joptionpay. അത് ഉപയോഗിക്കുന്ന ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ജാവാക്സ് എന്ന് പറയുന്ന ഇതാണ് എൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. മെയിൻ പാക്കേജ്, സബ് പാക്കേജ്, ഓപ്ഷൻ പേ. ഇതിപ്പോൾ ഇങ്ങനെ 2 ലെവൽ എന്നല്ല, എത്ര ലെവലും ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒറ്റ പാക്കേജിനകത്ത് ഇപ്പോൾ sing.joptionpay അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ. അതായത് സിംഗിൻ്റെ കേസിലല്ല, വേറെ ഒരു പാക്കേജിനകത്ത്. ഇവിടെ ഇപ്പോൾ ഒരു മെയിൻ പാക്കേജ് ഉണ്ട്, അതിൻ്റെ അകത്ത് സബ് പാക്കേജ് ഉണ്ട്, അതിൻ്റെ അകത്താണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഈ സബ് പാക്കേജിൻ്റെ എത്ര ലെവൽ ഉണ്ടെന്നുള്ളതൊക്കെ പ്രോഗ്രാമിങ്ങിൻ്റെ
അല്ല ആ പ്രോഗ്രാമിൻ്റെ യൂസേജ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ചെയ്തു വെച്ചതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ക്ലാസ്സിന് നെയിം മാത്രം ഡയറക്റ്റ് കൊടുക്കുക, പുള്ളി കൊടുത്തിട്ട് ഒരു മേക്ക് എ സിംഗിൾ ക്ലാസ് വിസിബിൾ, ആ സിംഗിൾ ക്ലാസ് മാത്രം വിസിബിൾ ആക്കി. അപ്പോൾ സിങ്ങിനകത്തുള്ള ജാവ പെയിൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അത് മാത്രമേ കിട്ടുള്ളൂ, അതിവിടെ ഉപയോഗിക്കാം. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഈ ക്ലാസ് ജെ ഓപ്ഷൻ പെയിൻ ക്ലാസ് പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ജെ ഓപ്ഷൻ പെയിൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് എന്നുള്ളിടത്താണ്. അവിടെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിന്റെ ഫുൾ നെയിം അങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫുൾ ക്വാളിഫൈഡ് നെയിം ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിനകത്ത് നോക്കുക, മെയിൻ മെത്തേഡിനകത്ത് ഷോ മെസ്സേജ് ഡയലോഗ് ഉപയോഗിച്ച് ഇവിടെയാണ്. അവിടെ ഡയറക്റ്റ് നമ്മൾ ജാവാക്സ് ഡോട്ട് സിങ് ഡോട്ട് ജെ ഓപ്ഷൻ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിക്കുന്നു. ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. ഇതും സ്റ്റാൻഡേർഡ് വേ ഓഫ് യൂസേജ് തന്നെയാണ്. കാരണം ഇപ്പോൾ പല എഡിറ്റേഴ്സിലും, അതായത് അഡ്വാൻസ്ഡ് എഡിറ്റേഴ്സിലൊക്കെ നമുക്ക് ഇപ്പോൾ ജാവാക്സ് ഡോട്ട് എന്ന് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായി ഫുൾ പാക്കേജിന് പേരും. അപ്പോൾ നമ്മൾ SW എന്ന് അടിക്കുമ്പോൾ സിങ് അവിടെ വരും, സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ സിങ് അവിടെ ആയി, പിന്നെ ഡോട്ട് അടിച്ചാൽ മൊത്തം ക്ലാസ് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഈ സംഭവം ചെയ്തു പോകായിരിക്കും ഏറ്റവും എളുപ്പം, നമ്മൾ മുകളിൽ ഓരോന്നും ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം. കാരണം നമ്മൾ പ്രോഗ്രാം എഴുതി ഒരു പാതി പോലെ എത്തുമ്പോൾ ഈ ക്ലാസ് ആവശ്യമുണ്ട്, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകണം, അതിൻ്റെ ആവശ്യമില്ല. അവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് കോഡ് ചെയ്യാം. ഇതൊരു സ്റ്റൈലാണ്. അപ്പോൾ ഈ സ്റ്റാർ ഇട്ടുകൊണ്ട് ചെയ്യുന്ന സ്റ്റൈലാണ് ഒരു അങ്ങനെ യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊരു നല്ല യൂസേജ് അല്ല. ഈ രണ്ട് സ്റ്റൈലുമാണ് നോർമലി സ്റ്റാൻഡേർഡ് വേ ഓഫ് യൂസേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലും ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ പാക്കേജസിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് പാക്കേജ്. നമുക്ക് ജാവ JDK ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്ന പാക്കേജസ് ആണ് പ്രീ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. ജാവയുടെ പാർട്ടാണ്, ജാവയുടെ API ആപ്ലിക്കേഷൻ പ്രോ ഇന്റർഫേസിന്റെ പാർട്ടായിട്ടുള്ള പാക്കേജസ് ആണ് ഇതെല്ലാം. അപ്പോൾ 14 പാക്കേജസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെയുള്ള യൂസർ ഡിഫൈൻഡ് പാക്കേജ്, അത് നമുക്ക് പാക്കേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ഡിഫൈൻഡ് ബൈ പ്രോഗ്രാമേഴ്സ് ടു ബണ്ടിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ വരുന്ന ക്ലാസ്സിനെ ഒരു ബണ്ടിലാക്കുന്നതിനാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് പാക്കേജ് ജസ്റ്റ് പേരുകൾ വായിച്ചു നോക്കാം. ലാങ് എന്ന് പറയുന്നത് ഏറ്റവും ജനറൽ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ നമ്മുടെ ഏറ്റവും ബേസിക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറില്ല, കാരണം അത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ജാവൻ്റെ ഒരു സെറ്റപ്പ്. നമ്മൾ ഈ ലാങ്ങിനകത്തുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. യൂട്ടിലിനകത്തുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ RMI, IO, SQL, ടെക്സ്റ്റ്, AWT, ഇങ്ങനെ കുറേ പാക്കേജ് ഉണ്ട്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആൻഡ് ഇന്റർഫേസസ്. ഇത് വലിയൊരു കളക്ഷനാണ്. കുറേ പ്രീ ഡിഫൈൻഡ് ഓൾറെഡി കോഡ് എഴുതി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുള്ള, ഇങ്ങനെ പാക്കേജസ് ആയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ടുള്ള, വളരെ ഓർഗനൈസ് ആക്കി വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആൻഡ് ഇന്റർഫേസ് ആണ് ഈ പ്രീ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. പല ഇന്റർഫേസും ഉണ്ട്. നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഇപ്പോൾ മൗസ് കീബോർഡൊക്കെ ഇന്ററാക്ഷൻ ഒക്കെ വരുന്നത് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് ടോട്ടൽ 14 പ്രീ ഡിഫൈൻഡ് പാക്കേജസ് ആണ് ഉള്ളത്. അപ്പോൾ 14 പ്രീ ഡിഫൈൻഡ്, അത് 150ഓളം സബ് പാക്കേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജാവ സിങ് എന്ന് പറഞ്ഞു, സിങ്ങിനകത്ത് തന്നെ സബ് പാക്കേജസ് ഉണ്ടാകാം. അതിൻ്റെ അകത്ത് 7000 ക്ലാസ്സസ് ഉണ്ട്. 7000 ഇപ്പോൾ 150 സബ് പാക്കേജിലായിട്ട് 7000 ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ക്ലാസ് നമുക്ക് ജാവയിൽ കോഡ് എഴുതാൻ അവൈലബിൾ ആണ്. ഇതൊന്നും കോഡ് നമ്മൾ എഴുതണ്ട. അപ്പം അതുകൊണ്ടാണ് ജാവ വളരെ പവർഫുൾ ആണെന്നൊക്കെ പറയുന്നത്. കാരണം ജാവ ഇത്രയും എല്ലാ യൂസിനുള്ള ക്ലാസ്സസ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഓരോ വർഷവും ഇങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പാക്കേജസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതിനെ തന്നെ മോഡിഫൈ ചെയ്ത് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 7000 ക്ലാസ്സസിനകത്തായിട്ട് 7 ലക്ഷത്തോളം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ഫംഗ്ഷനാലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അത്രയും ഫംഗ്ഷനാലിറ്റി നമുക്ക് ജാവ SDKൻ്റെ അകത്ത് അല്ലെങ്കിൽ JDKൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ആ 14 കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ലാങ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പാക്കേജാണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, അതുപോലെ ഡിസ്പ്ലേ റിസൾട്ട് ഓൺ ദ സ്ക്രീൻ, കൺസോൾ സ്ക്രീന്, ഒബ്റ്റൈനിങ് ഗാർബേജ് കളക്ടറിങ്ങുള്ള സംഭവങ്ങളൊക്കെ ഉള്ള, അത് നേരത്തെ പറഞ്ഞ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റലിന് പ്രിമിറ്റീവ് ഇൻറ്റ് ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ബൈ ഡിഫോൾട്ട് തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെയാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. IO എന്ന് പറയുന്നത് നമ്മൾ IO സ്ട്രീം ക്ലാസ്, ബഫേർഡ് ഇൻപുട്ട് സ്ട്രീം, അങ്ങനെയുള്ള കുറേ സ്ട്രീം ക്ലാസ് ഒക്കെ ഉണ്ട്. റീഡിംഗ് റൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ ഫയൽ ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്ന IOൻ്റെ അകത്താണ്. AWT ആക്റ്റീവ് വിൻഡോ ടൂൾ കിറ്റാണ്. നമ്മൾ നേരത്തെ കാണിച്ച വിൻഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാക്കേജാണ് AWT. ഇപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്ന സിങ് പാക്കേജാണ്. അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് സിങ്. AWT
കുറച്ച് ഹെവിയാണ്. സ്വിങ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അത് ആപ്ലെറ്റ് ആണ്. ആപ്ലെറ്റ് എന്നാൽ വിൻഡോയിൽ നമ്മൾ ജാവയുടെ, അതായത് നമ്മൾ വെബ് ബ്രൗസറിൻ്റെ അകത്ത് ജാവ കോഡ് ഡിസ്പ്ലേ ചെയ്യണം. ജാവയുടെ വിൻഡോസ് ഡിസ്പ്ലേ ചെയ്യണം. ജാവ കോഡ് റൺ ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡാണ് ആപ്ലെറ്റ്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലാസ് ആണ്. അത് നമുക്ക് അവസാനത്തെ മൊഡ്യൂൾ പഠിക്കാനുണ്ട്. പിന്നെ ജാവ ഡോട്ട് നെറ്റ് പറഞ്ഞാൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നെറ്റ്വർക്ക് ത്രൂ, രണ്ട് സിസ്റ്റം തമ്മിൽ നെറ്റ്വർക്ക് ത്രൂ എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ പോലെ നമ്മൾ ഡെവലപ്പ്. അതിനാവശ്യമായ എല്ലാ ക്ലാസ്സും ജാവ ഡോട്ട് നെറ്റിനകത്തുണ്ട്. പിന്നെ യൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി ക്ലാസ്, സ്കാനർ, ഹാഷ് ടേബിൾ, ഹാഷ് മാപ്പ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെയുള്ള SQL ആണ്. അത് നമ്മുടെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വറി എഴുതാനുള്ള ക്ലാസ്സസും അത് ക്വറി റിസൾട്ട് എടുക്കാനുള്ള ക്ലാസ്സും ഒക്കെ ഉള്ളത് SQL-നകത്താണ്. പിന്നെ ജാവ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെബ് ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ബിസിനസ് ലോജിക്ക്, അതായത് നമ്മൾ എന്താണോ നമ്മുടെ, ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കോളേജ് ആണെങ്കിൽ കോളേജിൻ്റെ ബിസിനസ് ലോജിക്കിനകത്ത് വരുന്ന മെയിൻ ക്ലാസ്സസ് ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കും, മറ്റൊന്ന് ഫാക്കൽറ്റി ആയിരിക്കും, മറ്റൊന്ന് കോഴ്സ്, മറ്റൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ ആ ഡൊമൈൻ്റെ അകത്ത് വരുന്ന മെയിൻ ക്ലാസ്സസിനൊക്കെയാണ് ബിസിനസ് ലോജിക്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ക്ലാസ്സസ് ആണ് ഈ ബീൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ജാവ ബീൻസ് പറഞ്ഞാൽ അതിന് വേണ്ട ക്ലാസ് എല്ലാം അടങ്ങുന്നതാണ് ഈ ജാവ ബീൻസ്. പിന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട പാക്കേജസ് ആണ്. പിന്നെ NIO എന്ന് പറയുന്നത് ബഫേഴ്സ് ആണ്, ഡാറ്റ കണ്ടെയ്നേഴ്സ് ഒക്കെ വരുന്ന പാക്കേജാണ്. RMA ആണ് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷന് വേണ്ടിയുള്ള ക്ലാസ്സസ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ്, ഡേറ്റ് ആൻഡ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ സെക്യൂരിറ്റി കൊണ്ടുള്ള ക്ലാസ്സസ്, ടൈം. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഈ പറഞ്ഞ 14 പ്രീ ഡിഫൈൻഡ് പാക്കേജസ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് പാക്കേജസ് ആണ്. പാക്കേജസ് ഇൻ ജാവ. നമ്മൾ ജാവ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ജാവയിൽ എല്ലാം ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ക്ലാസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജാവ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വലിയൊരു ജാവ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ്. ഒരു ക്ലാസ്സസിൻ്റെ കുറേ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സസിനെ ഗ്രൂപ്പ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് വേണം. കാരണം ക്ലാസ്സസ് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല പല കാറ്റഗറി ഓഫ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് പാക്കേജ് എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല വേറെ ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ പാക്കേജ് ഇൻ ജാവ ആർ എ വേ ഓഫ് ഗ്രൂപ്പിംഗ് സിമിലർ ടൈപ്സ് ഓഫ് ക്ലാസ് ടുഗദർ. ഒരേ ടൈപ്പിലുള്ള ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേ ആണ്, ഒരു മെത്തേഡാണ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്ട്സ് ആസ് എ കണ്ടെയ്നർ ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. അപ്പോൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുറേ ക്ലാസ്സസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ്. കുറേ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സിനൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, ഒരു പാക്കേജാണ്. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സിനകത്ത് ഒരു പാക്കാക്കി മാറ്റുന്നു, പാക്കേജ് ആക്കുന്നു. അതാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, കമ്പ്യൂട്ടറിനകത്ത് നമുക്കറിയാം നമ്മൾ ഫയൽസിനെല്ലാം ഗ്രൂപ്പ് ചെയ്താണ്ട് ഒരു ഫോൾഡറിനകത്ത് ഇടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിലിംസ് ആണെങ്കിൽ ഫിലിംസ് ഒക്കെ ഫിലിംസിൻ്റെ വീഡിയോ ഫയൽസ് എല്ലാം ഒരു ഫോൾഡറിനകത്ത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ PDF ഫയൽസ് എല്ലാം നമ്മൾ ഒരു ഫോൾഡറിനകത്ത്, സ്റ്റഡി മെറ്റീരിയൽ, അങ്ങനെ പല പല ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറിനകത്ത് നമ്മൾ ഇടാറുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ജാവ. നമ്മൾ പ്രോഗ്രാം ക്ലാസ് എഴുതിയിട്ട് അത് കമ്പൈൽ ചെയ്യുന്നതോട് ക്ലാസ് ഫയലായിട്ട് മാറും. ആ ക്ലാസ് ഫയലിനെയാണ് ആക്ച്വലി റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സസ്, ഞാൻ എഴുതിയ ക്ലാസ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലാസ്സസ് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണം, അത് റൺ ചെയ്യാൻ കൊടുക്കണം, ജസ്റ്റ് ആ ക്ലാസ് ഫയൽ കൊടുത്താൽ മതി. ജാവ ഫയൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജാവ ഫയൽ എഡിറ്റ് ചെയ്യാൻ, പ്രോഗ്രാം എഴുതാൻ എഡിറ്റ് ചെയ്യാനുമുള്ള സംവിധാനമാണ് ജാവ ഫയൽ, എഡിറ്റർ ഫയലാണ്. ഞാനൊരു പ്രോഗ്രാമായിട്ട് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അത് ക്ലാസ് ഫയൽസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മാത്തമാറ്റിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് എഴുതി, കുറേ യൂട്ടിലിറ്റി ക്ലാസ് എഴുതി, അതെല്ലാം കമ്പൈൽ ചെയ്ത് ക്ലാസ് ഫയലാക്കി ഞാൻ ഒരു പാക്കേജ്, ഒരു ഫോൾഡറിനകത്ത് സൂക്ഷിക്കുന്നു. അതിൽ ഡയറക്ടർക്ക് അത് സൂക്ഷിക്കും. ആ ഡയറക്ടർ തന്നെയാണ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കേജ് എന്നൊരു ഡയറക്ടറി പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലി ഒരു കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഫയൽസിനെ ഒരു ഡയറക്ടറി ഇട്ട് കഴിഞ്ഞാൽ ആ ഡയറക്ടറിയുടെ പേര് തന്നെയായിരിക്കും പാക്കേജിൻ്റെ പേരും. പക്ഷെ നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് അത് കാണിക്കണം, പാക്കേജിൻ്റെ പേര് ഇന്നതാണെന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒക്കെ നമുക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ ജാവ ഫയൽസിനൊക്കെ ഒരു ഡയറക്ടറി ഇടുന്ന പോലെ തന്നെയാണ് ഈ ക്ലാസ് ഫയൽസിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു അച്ചീവ് റീയൂസബിലിറ്റി. കോഡ് റീയൂസ് ചെയ്യുന്നില്ല ഒരു വലിയൊരു മാർഗം കൂടിയാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഴുതിയൊരു കോഡ് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അവർക്ക് ആ ക്ലാസ്സിനൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പല പ്രോഗ്രാമിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിലിറ്റി സ്കാനർ.
ഇപ്പോൾ സ്കാൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എഴുതിയ ജാവ പ്രോഗ്രാം അതുപോലെ പാക്കേജ് ആക്കി നൽകിയ വേറെ ആൾക്കത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ പ്രോഗ്രാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതിയ കോഡ് മറ്റൊരാൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ കോഡ് റീയൂസബിലിറ്റി ആണ് നടക്കുന്നത്. നമ്മൾ ആ കോഡ് വീണ്ടും മറ്റൊരാൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാക്കേജസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു അച്ചീവ് റീയൂസബിലിറ്റി. അതുപോലെ നമുക്ക് മറ്റുള്ളവർ എഴുതിയ ജാവ പ്രോഗ്രാംസ് പാക്കേജസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫംഗ്ഷനാലിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയാണ് ജനറലി പാക്കേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സിമിലർ ടൈപ്പ് ഓഫ് ക്ലാസ്സസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു AWT എന്ന് പറഞ്ഞ പാക്കേജ്, java.awt എന്ന പാക്കേജിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് നമ്മുടെ JDK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് കിട്ടുന്ന ഒരു പാക്കേജാണ് java.awt എന്ന് പറയും. അപ്പോൾ ജാവ പാക്കേജ് കണ്ടെയ്നിങ്, ജാവ പാക്കേജിൻ്റെ ആ ഫോൾഡറാണ് ഡയറക്ടറി ആയിട്ട് പുറത്ത് കാണിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള സബ് ഫോൾഡറാണ് AWT. ഓക്കെ, ജാവ എന്ന് പറയുന്ന വലിയൊരു ഫോൾഡർ, അതിൻ്റെ അകത്ത് കുറേ പാക്കേജസ് ഉണ്ട്, കുറേ സബ് ഫോൾഡേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് AWT. AWTക്ക് അകത്ത് എന്താണ് ക്ലാസ്സസ് ഇൻ AWT പാക്ക്, ഇതിനകത്തുള്ള ക്ലാസ്സസ് ആണ്. ഒരുപാട് ക്ലാസ് ഉണ്ട് AWTക്ക് അകത്ത്, ഒരുപാട് ക്ലാസ് ഉണ്ട്. ഇവിടെ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. കളർ, ഗ്രാഫിക്സ്, റെക്ടാങ്കിൾ, പാനൽ, ലേബൽ, ഇങ്ങനെയുള്ള ഗ്രിഡ് ലേഔട്ട്, ഇതൊക്കെയാണ് അതിനകത്തുള്ള എക്സെട്ര ഒരുപാട്. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ തന്നെയാണ്, ആ സ്ട്രക്ചർ പോലെ തന്നെയാണ് നമ്മൾ ഫയൽസിനെ അല്ലെങ്കിൽ ക്ലാസ് ഫയൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പാക്കേജിനകത്ത്. അപ്പോൾ ഡാറ്റ എൻകാപ്സുലേഷൻ ഒരു മീൻസ് ആയിട്ടും കൂടെ ഇതിനെ കാണാം. നമുക്കൊരു ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയും അതിൻ്റെ അസോസിയേറ്റ് ഫംഗ്ഷൻസ് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കുന്നില്ല. അതുപോലെ ഇവിടെ കുറേ ക്ലാസ്സസിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഡാറ്റ എൻകാപ്സുലേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു എൻകാപ്സുലേഷൻ്റെ ഒരു ആണെങ്കിൽ അതിൻ്റെ ഒരു ഹയർ ലെവൽ എൻകാപ്സുലേഷൻ ആണ് പാക്കേജിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പോൾ പാക്കേജിനകത്ത് ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതൊരു ഡാറ്റ എൻകാപ്സുലേഷൻ്റെ ഒരു മെത്തേഡാണെന്ന് കൂടെ പറയാം. അതുപോലെ ഒരു പാക്കേജിനകത്ത് ഒരുപാട് ക്ലാസ് ഉണ്ടാവും, പക്ഷെ എല്ലാ ക്ലാസ്സസും എക്സ്പോസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ചില നമ്മൾ പബ്ലിക് ക്ലാസ്സസിന് മാത്രമാണ് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ക്ലാസ് ഉണ്ടാവും പാക്കേജിനകത്ത്. അതായത് ഇന്റേണലി ആ ക്ലാസ്സസ്, ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നുണ്ടാവും വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി. പക്ഷെ അത് പുറത്ത് അത് യൂസ് ചെയ്യുന്നവർ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്ലാസ്സിനെ പ്രൈവറ്റ് ആക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കില്ല, കിട്ടണമെന്നില്ല. അതുപോലെ നമുക്ക് ക്ലാസ്സിനെ കിട്ടണമെങ്കിൽ ടു ആക്സസ് പാക്കേജ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് റിക്വയർഡ്. നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ട് java.lang എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ജാവയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ലാങ് ശരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ബൈ ഡിഫോൾട്ട് തന്നെ നമ്മൾ എല്ലാ എഡിറ്ററിലും അവൈലബിൾ കിട്ടും. അതുപോലെ നമുക്ക് ക്ലാസ്സിനെ ഹൈഡ് ചെയ്യാം, മറ്റ് ക്ലാസ്സസ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ യൂസിന് വേണ്ടി മാത്രം ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പാക്കേജിന് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് അവോയ്ഡ്സ് നെയിം സ്പേസ് കൊളീഷൻ. നെയിം കൊളീഷൻ ഒഴിവാക്കും. ഇപ്പോൾ നമ്മൾ വലിയൊരു ആപ്ലിക്കേഷൻ എഴുതി വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പല പാർട്ടും പലരാവും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിമിലർ നെയിമിലെ ക്ലാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫയൽ, ഒരു ഫോൾഡറിനകത്ത് കൊണ്ടിട്ടാൽ ഒരേ പേരിലെ ക്ലാസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ സെയിം ക്ലാസ്സിൽ പറയുമ്പോൾ പിന്നെ ക്ലാസ്സിന് പേര് മാറ്റാം. അപ്പോൾ ഈ ക്ലാസ്സിന് പേര് മാറ്റി ആ ക്ലാസ്സിനെ എവിടെയൊക്കെ യൂസ് ചെയ്ത് അവിടെ എല്ലാം മാറ്റാം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർ പാക്കേജ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഡെവലപ്പറും അവർ ചെയ്തതിന് പാക്കേജ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ പാക്കേജ് നെയിം ഡോട്ട് ഈ ക്ലാസ് നെയിമാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നെയിം കോൺഫ്ലിക്റ്റ് വരില്ല. നെയിം കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ അഡ്രസ്സ് ഇപ്പോൾ ഒരേ പേരിൽ 2 പേരുണ്ടാകാം. ഇപ്പോൾ 2 പേരുടെ പേര് സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വിനോദ് തന്നെ പേര് 2 പേരുണ്ട് സെയിം ക്ലാസ് തന്നെ. പക്ഷെ അവരുടെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്താവും, ഒന്നില്ലെങ്കിൽ അവരെ സെക്കൻഡ് നെയിം വെച്ചിട്ട് അല്ലെങ്കിൽ പാരൻസിൻ്റെ നെയിം വെച്ചിട്ട് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി അതും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പറയും, ഇപ്പോൾ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൻ ഇന്ന ആളെന്ന് പറയില്ല. ഇതാണ് അതിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറയാം. അപ്പോൾ ഒരു ക്ലാസിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറയുന്നത് അതിൻ്റെ പാക്കേജ് നെയിം, പിന്നെ സബ് പാക്കേജ് നെയിം, ദെൻ ക്ലാസ് നെയിം. ഇപ്പോൾ നമ്മൾ ജാവ എന്ന് പറയുന്ന ഒരു പാക്കേജ് നെയിം, അതിൻ്റെ സബ് പാക്കേജ് ആണ് യൂട്ടിൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ക്ലാസ്സാണ് സ്കാനർ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് സ്കാനർ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നെയിം സ്പേസ് കൊളീഷനെ അവോയ്ഡ് ചെയ്യാം. അതിനുള്ളൊരു മീൻസ് കൂടെയാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇനി ജാവയിൽ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ 3 രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ JOption Pay എന്ന് പറയുന്ന എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പാക്കേജ് ജാവാക്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് എന്ന് പറയുന്നത് സിംഗ് ആണ്. സിംഗ് പാക്കേജ് ആണ് ഈ ജാവാക്സ്. ജാവാക്സിലോട് സിംഗ് പാക്കേജ് ആണ്. AWTയുടെ സെയിം
ഫങ്ഷനാലിറ്റി ആണ് സ്വിങ്. പക്ഷേ AWTൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വിങ് ആണ്. അടുത്ത മൊഡ്യൂളിൽ സ്വിങ് പഠിക്കും. അപ്പോൾ അതിനകത്തുള്ള ഒരു പെയിൻ ആണ് നമുക്ക്. പെയിൻ എന്ന് പറഞ്ഞാൽ താഴെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്ന ഒരു ഓപ്ഷൻ പെയിൻ, യെസ് ഓർ നോ ഓപ്ഷനെ കാണിക്കാനുള്ള ഒരു പെയിൻ ആണ് വിൻഡോ ആണ് ജെ ഓപ്ഷൻ പെയിൻ എന്ന് പറയുന്നത്. അതിരിക്കുന്നത് ജാവാക്സ് .sing എന്ന് പറഞ്ഞ പാക്കേജിനകത്താണ്. അപ്പോൾ അതിനെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഇമ്പോർട്ട് javax.sing.star ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജാവാക്സ് പാക്കേജിൻ്റെ അകത്തുള്ള സബ് പാക്കേജ് സിങ് പാക്കേജിനകത്തുള്ള സ്റ്റാർ മീൻസ് എല്ലാ ക്ലാസ്സസും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിങ്ങിനകത്തുള്ള എല്ലാ ക്ലാസ്സും നമുക്ക് ഉപയോഗിക്കാം. സെപ്പറേറ്റ് നമ്മൾ ക്ലാസ് നെയിം ഇവിടെ റെഫർ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല. പിന്നെ അത് ഉപയോഗിക്കേണ്ട. അപ്പോൾ ജെ ഓപ്ഷൻ പേ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് കൊടുത്തു, ഇങ്ങനെ അത് റൺ ചെയ്താൽ ഇങ്ങനെ വരും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നു ക്ലാസ്സസ്, ആ പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സിനും നമ്മൾ സ്റ്റാർ കൊടുത്തിട്ട് ഇവിടെ അവൈലബിൾ ആക്കുന്നു. അപ്പോൾ സ്റ്റാർ കൊടുത്ത ആ പാക്കേജിന് എല്ലാ ക്ലാസ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അർത്ഥം, അല്ല അവൈലബിൾ ആയി എന്നാണ് അർത്ഥം. രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ നോക്കാം, ആ ആവശ്യമുള്ള ക്ലാസ്സിന്റെ പേര് മാത്രം. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം, നമ്മൾ പ്രോഗ്രാമിന്റെ ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം ക്ലാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ sing.star സിങ്ങിനകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, അത് ഏതാണ് ഉപയോഗിക്കുന്നതൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാർ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് വേ അല്ല. അപ്പോൾ അത് രണ്ടാമത്തെ മെത്തേഡാണ് ഇമ്പോർട്ട് javax.sing.j ഓപ്ഷൻ പേ. അത് ഉപയോഗിക്കുന്ന ക്ലാസിന്റെ പേര് കൊടുത്തു. അപ്പോൾ ജാവാക്സ് എന്ന് പറയുന്നതാണ്, ഇതാണ് എൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. അതായത് മെയിൻ പാക്കേജ്, സബ് പാക്കേജ്, ജെ ഓപ്ഷൻ പേ. ഇതിപ്പോൾ ഇങ്ങനെ 2 ലെവൽ എന്നല്ല, എത്ര ലെവലും ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒറ്റ പാക്കേജിനകത്ത് ഇപ്പോൾ sing.j ഓപ്ഷൻ പേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ. അതായത് സിങ്ങിന്റെ കേസിലല്ല, വേറെ ഒരു പാക്കേജിനകത്ത്. ഇവിടെ ഇപ്പോൾ ഒരു മെയിൻ പാക്കേജ് ഉണ്ട്, അതിൻ്റെ അകത്ത് സബ് പാക്കേജ് ഉണ്ട്, അതിൻ്റെ അകത്താണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഈ സബ് പാക്കേജിന്റെ എത്ര ലെവൽ ഉണ്ട് എന്നുള്ളതൊക്കെ പ്രോഗ്രാമിങ്ങിന്റെ, അല്ല ആ പ്രോഗ്രാമിന്റെ യൂസേജ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ചെയ്തു വെച്ചതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ക്ലാസ്സിന് നെയിം മാത്രം ഡയറക്റ്റ് കൊടുക്കുക, പുള്ളി കൊടുത്തിട്ട് ഒരു മേക്ക് എ സിംഗിൾ ക്ലാസ് വിസിബിൾ, ആ സിംഗിൾ ക്ലാസ് മാത്രം വിസിബിൾ ആക്കി. അപ്പോൾ സിങ്ങിനകത്തുള്ള ജെ ഓപ്ഷൻ പെയിൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അത് മാത്രമേ കിട്ടുള്ളൂ. അതിവിടെ ഉപയോഗിക്കാം. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഈ ക്ലാസ് ജെ ഓപ്ഷൻ പെയിൻ ക്ലാസ് പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ജെ ഓപ്ഷൻ പെയിൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് എന്നുള്ളിടത്താണ്. അവിടെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിന്റെ ഫുൾ നെയിം അങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫുൾ ക്വാളിഫൈഡ് നെയിം ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിനകത്ത് നോക്കാം, മെയിൻ മെത്തേഡിനകത്ത് ഷോ മെസ്സേജ് ഡയലോഗ് ഉപയോഗിച്ച് ഇവിടെയാണ്. അവിടെ ഡയറക്റ്റ് നമ്മൾ javax.sing.j ഓപ്ഷൻ പേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിക്കുന്നു. ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. ഇതും സ്റ്റാൻഡേർഡ് വേ ഓഫ് യൂസേജ് തന്നെയാണ്. കാരണം ഇപ്പോൾ പല എഡിറ്റേഴ്സിലും, അതായത് അഡ്വാൻസ്ഡ് എഡിറ്റേഴ്സിലൊക്കെ നമുക്ക് ഇപ്പോൾ ജാവാക്സ് ഡോട്ടിന് അടിച്ച ഓട്ടോമാറ്റിക്കായി ഫുൾ പാക്കേജിന് പേരും. അപ്പോൾ നമ്മൾ SW അടിക്കുമ്പോൾ സിങ് അവിടെ വരും, സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ സിങ് അവിടെ ആയി, പിന്നെ ഡോട്ട് അടിച്ചാൽ മൊത്തം ക്ലാസ് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഈ സംഭവം ചെയ്തു പോകായിരിക്കും ഏറ്റവും എളുപ്പം, നമ്മൾ മുകളിൽ ഓരോന്നും ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം. കാരണം നമ്മൾ പ്രോഗ്രാം എഴുതിയ ഒരു പാതി വരെ എത്തുമ്പോൾ ഈ ക്ലാസ് ആവശ്യമുണ്ട്, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകണം, അതിൻ്റെ ആവശ്യമില്ല. അവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് കോഡ് ചെയ്യാം. ഇതൊരു സ്റ്റൈലാണ്. അപ്പോൾ ഈ സ്റ്റാർ ഇട്ടുകൊണ്ട് ചെയ്യുന്ന സ്റ്റൈലാണ് ഒരു അങ്ങനെ യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊരു നല്ല യൂസേജ് അല്ല. ഈ രണ്ട് സ്റ്റൈലുമാണ് നോർമലി സ്റ്റാൻഡേർഡ് വേ ഓഫ് യൂസേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലും ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ പാക്കേജസിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് പാക്കേജ്. നമുക്ക് ജാവ JDK, ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്ന പാക്കേജസ് ആണ് പ്രീ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. ജാവയുടെ പാർട്ടാണ്, ജാവയുടെ API ആപ്ലിക്കേഷൻ ഇന്റർഫേസിന്റെ പാർട്ടായിട്ടുള്ള പാക്കേജസ് ആണ് ഇതെല്ലാം. അപ്പോൾ 14 പാക്കേജസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെയുള്ള യൂസർ ഡിഫൈൻഡ് പാക്കേജസ്, അത് നമുക്ക് പാക്കേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ഡിഫൈൻഡ് ബൈ പ്രോഗ്രാമേഴ്സ് ടു ബണ്ടിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ വരുന്ന ക്ലാസ്സിനെ ഒരു ബണ്ടിലാക്കുന്നതിനാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് പാക്കേജസ് ജസ്റ്റ് പേരുകൾ വായിച്ച് നോക്കാം. ലാങ് എന്ന് പറയുന്നത് ഏറ്റവും ജനറൽ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൈൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ നമ്മുടെ ഏറ്റവും ബേസിക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറില്ല, കാരണം അത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ജാവൻ്റെ ഒരു സെറ്റപ്പ്. നമ്മൾ ഈ ലാങ്ങിനകത്തുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. യൂട്ടിലിനകത്തുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജാവ ഡോട്ട് യൂട്ടിൽ സ്കാനർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ RMI, IO, SQL, ടെക്സ്റ്റ്, AWT ഇങ്ങനെ കുറേ പാക്കേജസ് ഉണ്ട്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആൻഡ് ഇന്റർഫേസസ്. ഇത് വലിയൊരു കളക്ഷനാണ്. കുറേ പ്രീ ഡിഫൈൻഡ് ഓൾറെഡി കോഡ് എഴുതി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുള്ള, ഇങ്ങനെ പാക്കേജസ് ആയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ടുള്ള, വളരെ ഓർഗനൈസ് ആക്കി വെച്ചിട്ടുള്ള ഒരു
കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആൻഡ് ഇന്റർഫേസ് ആണ് ഈ പ്രീ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. പല ഇന്റർഫേസും ഉണ്ട്. നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഇപ്പോൾ മൗസ് കീബോർഡൊക്കെ ഇന്ററാക്ഷൻ ഒക്കെ വരുന്നത് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് ടോട്ടൽ 14 പ്രീ ഡിഫൈൻഡ് പാക്കേജസ് ആണ് ഉള്ളത്. അപ്പോൾ 14 പ്രീ ഡിഫൈൻഡ് അത് 150ഓളം സബ് പാക്കേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജാവ സ്വിംഗ് എന്ന് പറഞ്ഞു. സ്വിങ്ങിനകത്ത് തന്നെ സബ് പാക്കേജസ് ഉണ്ടാകാം. അതിൻ്റെ അകത്ത് 7000 ക്ലാസ്സസ് ഉണ്ട്. 7000 ഇപ്പോൾ 150 സബ് പാക്കേജിലായിട്ട് 7000 ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ക്ലാസ് നമുക്ക് ജാവയിൽ കോഡ് എഴുതാൻ അവൈലബിൾ ആണ്. ഇതൊന്നും കോഡ് നമ്മൾ എഴുതണ്ട. അപ്പം അതുകൊണ്ടാണ് ജാവ വളരെ പവർഫുൾ ആണെന്നൊക്കെ പറയുന്നത്. കാരണം ജാവ ഇത്രയും എല്ലാ യൂസിനുള്ള ക്ലാസ്സസ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഓരോ വർഷവും ഇങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പാക്കേജസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതിനെ തന്നെ മോഡിഫൈ ചെയ്ത് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 7000 ക്ലാസ്സിനകത്തായിട്ട് 7 ലക്ഷത്തോളം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ഫംഗ്ഷനാലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അത്രയും ഫംഗ്ഷനാലിറ്റി നമുക്ക് ജാവ SDKൻ്റെ അകത്ത് അല്ലെങ്കിൽ JDKൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ആ 14 കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ലാങ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പാക്കേജ് ആണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, അതുപോലെ ഡിസ്പ്ലേ റിസൾട്ട് ഓൺ ദ സ്ക്രീൻ, കൺസോൾ സ്ക്രീന്, ഒബ്റ്റൈനിങ് ഗാർബേജ് കളക്ടറിങ്ങുള്ള സംഭവങ്ങളൊക്കെ ഉള്ള, അത് നേരത്തെ പറഞ്ഞ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്ററിന് പ്രിമിറ്റീവ് ഇൻഡ് ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ബൈ ഡിഫോൾട്ട് തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെയാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. IO എന്ന് പറയുന്നത് നമ്മൾ IO സ്ട്രീം ക്ലാസ്, ബഫേർഡ് ഇൻപുട്ട് സ്ട്രീം, അങ്ങനെയുള്ള കുറേ സ്ട്രീം ക്ലാസ് ഒക്കെ ഉണ്ട്. റീഡിംഗ് റൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ ഫയൽ ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്ന IOൻ്റെ അകത്താണ്. AWT ആക്റ്റീവ് വിൻഡോ ടൂൾ കിറ്റ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ച വിൻഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാക്കേജ് AWT. ഇപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്ന സിങ് പാക്കേജ് ആണ്. അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് സിങ്. AWT കുറച്ച് ഹെവി ആണ്, സിങ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അത് ആപ്ലെറ്റ് ആണ്. ആപ്ലെറ്റ് എന്നാൽ വിൻഡോയിൽ നമ്മൾ ജാവയുടെ, അതായത് നമ്മൾ വെബ് ബ്രൗസറിൻ്റെ അകത്ത് ജാവ കോഡ് ഡിസ്പ്ലേ ചെയ്യണം, ജാവയുടെ വിൻഡോസ് ഡിസ്പ്ലേ ചെയ്യണം, ജാവ കോഡ് റൺ ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡാണ് ആപ്ലെറ്റ്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലാസ് ആണ്. നമുക്ക് അവസാനത്തെ മൊഡ്യൂൾ പഠിക്കാനുണ്ട്. പിന്നെ ജാവ ഡോട്ട് നെറ്റ് പറഞ്ഞാൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നെറ്റ്വർക്ക് ത്രൂ, രണ്ട് സിസ്റ്റം നമ്മൾ നെറ്റ്വർക്ക് ത്രൂ എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ പോലെ നമ്മൾ ഡെവലപ്പ്, അതിനാവശ്യമായ എല്ലാ ക്ലാസ്സും ജാവ ഡോട്ട് നെറ്റിനകത്തുണ്ട്. പിന്നെ യൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി ക്ലാസ്, സ്കാനർ, ഹാഷ് ടേബിൾ, ഹാഷ് മാപ്പ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെയുള്ള SQL ആണ്. അത് നമ്മുടെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കൊറി എഴുതാനുള്ള ക്ലാസ്സസും, അത് കൊറി റിസൾട്ട് എടുക്കാനുള്ള ക്ലാസ്സും ഒക്കെ ഉള്ളത് SQLനകത്താണ്. പിന്നെ ജാവ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെബ് ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ബിസിനസ് ലോജിക്ക്, അതായത് നമ്മുടെ എന്താണോ നമ്മുടെ, ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കോളേജ് ആണെങ്കിൽ കോളേജിൻ്റെ ബിസിനസ് ലോജിക്കിനകത്ത് വരുന്ന മെയിൻ ക്ലാസ്സസ് ഏതൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കും, മറ്റൊന്ന് ഫാക്കൽറ്റി ആയിരിക്കും, മറ്റൊന്ന് കോഴ്സ്, മറ്റൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ആ ഡൊമൈൻ്റെ അകത്ത് വരുന്ന മെയിൻ ക്ലാസ്സസിനൊക്കെയാണ് ബിസിനസ് ലോജിക്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ക്ലാസ്സസ് ആണ് ഈ ബീൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ജാവ ബീൻസ് പറഞ്ഞാൽ അതിന് വേണ്ട ക്ലാസ് എല്ലാം അടങ്ങുന്നതാണ് ഈ ജാവ ബീൻസ്. പിന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട പാക്കേജസ് ആണ്. പിന്നെ NIO എന്ന് പറയുന്നത് ബഫേഴ്സ് ആണ്, ഡാറ്റ കണ്ടെയ്നേഴ്സ് ഒക്കെ വരുന്ന പാക്കേജാണ്. RMA റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷന് വേണ്ടിയുള്ള ക്ലാസ്സസ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ്, ഡേറ്റ് ആൻഡ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ സെക്യൂരിറ്റി കൊണ്ടുള്ള ക്ലാസ്സസ്, ടൈം, ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഈ പറഞ്ഞ 14 പ്രീ ഡിഫൈൻഡ് പാക്കേജസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. താങ്ക് യു.